സൂര്യയുടെ സിനിമാ കരിയർ പീക്കിൽ നിൽക്കുന്നു. ഒരു മാസം മൂവിയായ സിംഗം 2 ഒക്കെ ഇറങ്ങി ബ്ലോക്ക് ബസ്റ്ററായ 2014 ടൈം. തുപ്പാക്കിയിലൂടെ തമിഴന്മാർക്ക് ക്രേസ് ആയ വിദ്യുത് ജംവാല് സൂര്യയോടൊപ്പം അഭിനയിക്കുന്നു. പോരാതെ ഡയറക്ടർ ലിംഗുസ്വാമിയുടെ വക ഇഹലോക തള്ളലും. நான் சொன்னேன் இதுவரை கத்துக்கிட்ட மொத்த வித்தையும் முழுசா இறக்கணும்னு நினைச்சிருக்கேன். ഇതെല്ലാം കണ്ടിരുന്ന സൂര്യ ഫാൻസിന്റെ മുന്നിലേക്ക് ദീ ലുക്കിലുള്ള ഒരു കിടിലൻ ട്രെയിലറും ഇറക്കിവിടുന്നു. ഹൈപ്പ് അങ്ങ് കൊടുമുടിയിലേക്ക് എത്തി. അതിനോടൊപ്പം സൂര്യ ഫാൻസിനെ മാത്രമല്ലാതെ തിയേറ്ററിൽ കയറ്റാനായിട്ട് ലിങ്കണ്ണൻ മറ്റൊരു വജ്രായുധം കൂടെ കരുതിയിരുന്നു. യെസ്, ദ സെസ്കി ലേഡി സാമു. ട്രെയിലറിലും പാട്ടിലൊക്കെ ആയിട്ട് ഫുൾ സാമു ഷോ. സാമുവിന്റെ ബിക്കിനി സീൻ കാണാനായിട്ട് തിയേറ്ററിൽ കയറിയവര് കുറച്ചൊന്നുമല്ല. ഈ ഹൈപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ 2014 സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പടം തിയേറ്ററിൽ ഇറങ്ങി. ഭയങ്കര ക്രൗഡും ഹൗസ്ഫുൾ ഷോസും ഒക്കെ ആയിരുന്നു ഫസ്റ്റ് ഡേ. പക്ഷെ പടം കഴിഞ്ഞപ്പോ ഈ എക്സ്പെക്ടേഷൻസ് എല്ലാം മാറി മറിഞ്ഞു. പകരം മുഴുവൻ നെഗറ്റീവ് റിവ്യൂസ് വന്നു. പിന്നീട് വീണ്ടും ചില സീൻസും സാമു ഷോയൊക്കെ റീ എഡിറ്റ് ചെയ്ത് കളഞ്ഞ് പടം കാണിച്ചെങ്കിലും പടത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ഇതിനിടയിൽ തിയേറ്റർ പ്രിന്റ് കൂടെ ലീക്ക് ആയി കഴിഞ്ഞിരുന്നു. മാത്രമല്ല തൊട്ടടുത്ത മാസം വിജയുടെ കത്തി കൂടെ റിലീസ് ആയപ്പോ 4-3-7 സ്ഥലത്ത് ഓടിക്കൊണ്ടിരുന്ന അഞ്ചാൻ ഫുള്ളി വാഷ് ഔട്ടായി. അങ്ങനെ സർവ്വ വിദ്യകൾ എടുത്ത് ലിങ്കണ്ണം പണിയ അഞ്ചാൻ മൂഞ്ചാനായി മാറി. ഈ സിനിമ മുതലാണ് സൂര്യയുടെ ഡൗൺഫോൾ സ്റ്റാർട്ട് ആയത്. തിയേറ്ററിൽ ഒരു ഹിറ്റ് കിട്ടാതായിട്ട് ഇപ്പോ 12 കൊല്ലവും കഴിഞ്ഞിരിക്കുന്നു. അഞ്ചാൻ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും ഫിനാൻഷ്യലി പടം ബ്രേക്ക് ഈവൺ ആയതായിരുന്നു. ആക്ച്വലി അത്യാവശ്യം റിപ്പീറ്റ് വാല്യൂവും നല്ല പാട്ടുകളും BGM ഒക്കെ ഉള്ള സിനിമയാണ് അഞ്ചാൻ. ഞാൻ ടിവിയിൽ എപ്പോ വന്നാലും കാണുന്ന സിനിമകളിൽ ഒന്നാണിത്. അത്യാവശ്യം എൻഗേജിംഗ് ആയ ഒരു ക്യൂരിയോസിറ്റി എല്ലാം തരുന്ന ഫസ്റ്റ് ഹാഫും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത നല്ല ലാഗുള്ള ബിലോ ആവറേജ് സെക്കൻഡ് ഹാഫും ആയിരുന്നു ഈ സിനിമയുടെ പ്രശ്നം. ഈ സിനിമയ്ക്ക് എന്താണ് പറ്റിയത്? എന്തുകൊണ്ടാണ് ഇത് പൊട്ടിയത്? ഒന്നാമത്തെ കാരണം, എന്തിനാണോ ആളുകൾ ഈ പടം കാണാൻ കയറിയത് അത് രണ്ടും ഈ സിനിമയിൽ ഇല്ലായിരുന്നു. ഒന്ന്, സൂര്യയുടെ ബിയേർഡ് ലുക്ക് കണ്ട് കയറിയ ആളുകൾക്ക് ആ ലുക്കിൽ ഒരു നല്ല ഫൈറ്റ് പോലും കിട്ടിയില്ല. പകരം നോർമൽ ക്ലീൻ ഷേവ് ലുക്കിൽ വന്ന സൂര്യയാണ് കണ്ടത്. മാത്രമല്ല ഒരു വിദ്യുത് ഷോ പ്രതീക്ഷിച്ചവർക്ക് ആ ഷോ ഇല്ലാതെ ഫസ്റ്റ് ഹാഫ് വരെയുള്ള ഒരു നോർമൽ ക്യാരക്ടറായിട്ട് വിദ്യുത്തിനെ മാറ്റി കളഞ്ഞു. രണ്ടാമത്തെ കാരണം സാമന്ത. പുള്ളിക്കാരത്തിയുടെ ബിക്കിനി സീൻ കാണാൻ വന്നവർക്ക് അത് കിട്ടിയില്ല. അത് എഡിറ്റ് ചെയ്ത് മാറ്റിയിരുന്നു. അതിന്റെ കാരണം പടം കണ്ട ഫാമിലീസ് ആ ടൈമിൽ സമൂഹിന്റെ ഡ്രസ്സിങ്ങിനെയും നേവൽ ഷോനെയും എല്ലാം പറ്റി നെഗറ്റീവായിട്ട് സംസാരിച്ചു. ഇത് കേട്ടറിഞ്ഞ മറ്റാളുകള് വൾഗർ സീൻസ് ഭയന്ന് ഫാമിലി ആയിട്ട് പടം കാണാനായിട്ട് കയറാതായി. എന്താണോ ആളെ കയറ്റാനായിട്ട് ലിങ്കണ്ണൻ ഒരുക്കി വെച്ചത് അത് രണ്ടും ആള് കയറാതിരിക്കാനുള്ള ബൂമറാങ് ആയിട്ട് തിരിച്ചു കിട്ടി. ഇനി ഫസ്റ്റ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം കഥ കേട്ട് സ്വയം പുളകിതനാകുന്ന രാജുവിനെയാണ് കാണാൻ സാധിക്കുക. അത് കാണുമ്പോൾ ദേണ്ട ഈ സീനാണ് ഓർമ്മ വരുന്നത്. രാജുബായിനെ കൊണ്ടവരെ ആരാണെന്ന് കണ്ടെത്താൻ വരുന്ന രാജുബായി എന്നിട്ട് ഞാൻ പണ്ട് മാസായിരുന്നേ, എന്റെ കഥ എന്നോട് തന്നെ പറയോ എന്നൊക്കെ ചോദിച്ചിട്ട് തെണ്ടി നടക്കുകയാണ് രാജുബായി. ലിങ്കണ്ടന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നതും പുള്ളി പക്കാ വർക്കാവുന്ന രീതിയിൽ ചെയ്തു വെച്ചതും ഇന്റർവെൽ ട്വിസ്റ്റും ആ സീക്വൻസും ആണ്. അതേതായാലും വർക്കാവുകയും ചെയ്തു. കൃഷ്ണയെ രക്ഷിക്കാൻ രാജു വരുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കൃഷ്ണ തന്നെയാണ് രാജു എന്ന് റിവീൽ ആകുന്നത്. ആ സമയം ഒന്നും ഓർക്കാതെ ആ ട്രാൻസ്ഫോർമേഷനും BGM-ഉം ആ ഫൈറ്റൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ആസ്വദിച്ചെങ്കിലും ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോഴാണ് അത് തോന്നിയത്. അല്ല, സാറ് തന്നെയാണ് രാജു എങ്കിൽ പിന്നെ എന്തിനാണ് സാർ സ്വന്തം കഥ കേൾക്കുന്നത്? അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പടത്തിനെ ഹൈ ആക്കി വെക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു. ചുമ്മാ ഫ്ലാറ്റ് ആയി പോകുന്ന സെക്കൻഡ് ഹാഫ്, വളരെ മോശം റൈറ്റിംഗും. മാത്രമല്ല തട്ടത്തിനുള്ള സാമന്ത ട്വിസ്റ്റൊക്കെ നല്ല ബോറായിരുന്നു. സാമന്ത അഭിനയിക്കാൻ വരാത്തതുകൊണ്ട് തട്ടം ഇടിപ്പിച്ച് മുഖം കാണിക്കാതെ ആ സീൻ സിനിമയിലേതുപോലെ മാറ്റി എഴുതിയെന്നാണ് കേട്ടിരുന്നത്. സത്യമാണോ എന്നറിയില്ല. ക്ലൈമാക്സ് ആണെങ്കിലും പ്രത്യേകിച്ച് ഹൈ ഒന്നും ഇല്ലാതെ നിർത്തുന്നതിനാൽ വലിയ ഇമ്പാക്ട് ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ കഥ അല്പം സീരിയസ് ആയി പോകുമ്പോൾ കൊണ്ടുവന്ന് കുത്തിക്കയറ്റുന്ന പാട്ടുകളെല്ലാം വൻ ശോകമായിരുന്നു. അതായത് മിക്ക പാട്ടുകളുടെ പ്ലേസിംഗും വളരെ മോശമായിരുന്നു. അതായത് സാമന്തയ്ക്ക് വലിയ റോളൊന്നുമില്ല. പുള്ളിക്കാരത്തി ഈ പടത്തിൽ ഇല്ലെങ്കിലും വലിയ മാറ്റമൊന്നും വരാൻ പോണില്ല. ആളെ കയറ്റാനുള്ള ഇരയായിട്ട് മാത്രം സാമന്തനെ യൂസ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ രാജുവിനെയും ചന്ദ്രുവിനെയും വലിയ ഫ്രണ്ട്സ് ആയിട്ട് കാണിച്ചെങ്കിലും അവരുടെ ഫ്രണ്ട്ഷിപ്പിന് പിന്നിലെ ഒരു റീസണോ ഡെപ്തോ ഒന്നും പ്രോപ്പർ ആയിട്ട് കാണിക്കാത്തതിനാൽ പ്രത്യേകിച്ച് ഇമോഷണൽ കണക്ഷൻ ഒന്നും അവർക്കിടയിൽ നമുക്ക് തോന്നിയില്ല. പക്ഷെ ചന്ദ്രുവിനെ കൊല്ലുന്ന സീനിൽ ചിലർക്കെങ്കിലും ചന്ദ്രുവിനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിരിക്കാം. പക്ഷെ സൂര്യൻ ചന്ദ്രനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കണക്ഷൻ ഹുക്കായില്ലെന്ന് തന്നെ പറയാം. സൂര്യ അറഞ്ചം പുറഞ്ഞം വെടിവെച്ച് പുഴയിലേക്ക് ഇട്ട് സൂര്യ എങ്ങനെ തിരിച്ചു വന്നെന്നോ എന്തുകൊണ്ട് ചത്തില്ലെന്നോ എങ്ങനെ രക്ഷപ്പെട്ടെന്നോ എന്നൊന്നും ഈ പടത്തിൽ കാണിച്ചിട്ടില്ല. സോ ആ വെടി കൊള്ളുന്നതും രക്ഷപ്പെടുന്നതൊന്നും ലോജിക്കലി സീൻസ് അല്ലായിരുന്നു. അതും ഈ പടത്തിന്റെ ഡ്രോബാക്കുകളിൽ ഒന്നായിരുന്നു. അടുത്തതാണ് വില്ലൻ. ഈ സിനിമ ആക്ച്വലി മുംബൈ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. സോ അത്യാവശ്യം നല്ലൊരു വില്ലനെ എങ്കിലും കാണിക്കണമായിരുന്നു. പക്ഷെ അഞ്ചാനിലെ വില്ലന്റെ ക്യാരക്ടർ വെറും നിർഗുണനായിരുന്നു. മനോജ് ബാജ്പായിനെ പോലുള്ള ഒരു കിഡു ആക്ടറിനെ കിട്ടിയിട്ട് പോലും ഒരു നല്ല റോള് കൊടുക്കാതെ ലിങ്കണ്ണം മൂഞ്ചിച്ചു വിട്ടു. ഗാങ്സ്റ്റർ പടം എന്ന് പറഞ്ഞു വന്നിട്ട് നൻപൻ പാസത്തിലും കാമുകി പാസത്തിലും മുങ്ങിപ്പോയ സിനിമയായിട്ട് അഞ്ചാൻ മാറി. ഇപ്പോഴും ചില മുടിവെട്ട് കടകളിൽ ബെക്കാമിനോടൊപ്പം വെക്കാനായിട്ട് അഞ്ചാനിലെ സൂര്യയെ കിട്ടിയെന്നത് ഒഴിച്ച് ഈ പടത്തിൽ പ്രത്യേകിച്ച് ഇമ്പാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. രാജുബായിക്കുള്ള ഓവർ ബിൽഡപ്പ് കൊടുത്തിട്ട് പടത്തിൽ ബിയേഡ് രാജുബായിക്ക് പ്രത്യേകിച്ച് റോൾ
റോളൊന്നും കൊടുത്തുമില്ല. സൂര്യക്ക് ഒരു കിഡു ഇൻട്രോ സീനും കിഡു ട്രാൻസ്ഫോർമേഷൻ സീനും കിട്ടിയ പടം കൂടിയാണിത്. സൂര്യയെ 5 ശേഷമോ അതിനു മുന്നോ ഇത്രയും ലുക്കിൽ പിന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത റീ റിലീസിന് വന്നിട്ടും തമിഴ്നാട്ടിൽ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഓളൊന്നുമില്ല. പടം ഇറങ്ങിയ സമയത്ത് അതായത് 2014 1 കോയിൻ ലോക്കറ്റുള്ള മാലയും ടൂത്ത് പിക്കൊക്കെ ആയിട്ട് സൈക്കിളിൽ ചെത്തി നടന്നതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിവേ പടം ഇറങ്ങി 11 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൂര്യ ഇന്നും തിയേറ്ററിൽ ഹിറ്റില്ലാതെ തുടരുന്നു. 5 റീ റിലീസ് വന്നിട്ടും തമിഴ്നാട്ടിൽ ഇമ്പാക്ട് ഇല്ലാതെ പോകുന്നു. സൂര്യയുടെ ഒരു നല്ല സിനിമ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാനായിട്ട് ഫാൻസിന്റെ വെയിറ്റിംഗ് 2026 തുടരുമോ അതോ അവസാനിക്കുമോ എന്ന് കണ്ടറിയാം. തിരിച്ചു വരും മകനെ, വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യു മാൻ.